എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിഷൻ CSEB 2.0 റിലേറ്റഡ് കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സ് പാർട്ടിൽ നിന്ന് നമ്മൾ നോക്കിയത് ട്രെയിൻ ആൻഡ് ഡിസ്റ്റൻസും ബോട്ട് മാസും ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലഡ് റിലേഷനും റാങ്കിങ്ങുമാണ്. CSEBയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യമായിട്ട് അറിയാം എന്താണ് നമുക്ക് പ്രീവിയസ് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബ്ലഡ് റിലേഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലഡ് റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത് കുറച്ച് സിമ്പിൾസ് ആണ്. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് എന്താണ്, ഇപ്പോൾ A ഈസ് ദ ബ്രദർ ഓഫ് B അങ്ങനെയുള്ളൊരു മെത്തേഡിലായിരിക്കും ക്വസ്റ്റ്യൻ തരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര കണ്ട് പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന മെന്നിനെ സൂചിപ്പിക്കുന്ന വുമണിനെ സൂചിപ്പിക്കുന്ന കുറച്ച് സിമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം പല പല മെത്തേഡ്സ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു സ്ക്വയർ എന്നത് നമ്മൾ മെന്നിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് A ഈസ് ദ ബ്രദർ ഓഫ് B. അങ്ങനെ പറഞ്ഞാൽ A എന്ന് പറയുന്ന വ്യക്തി ബിയുടെ ബ്രദർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്കൊരു സ്ക്വയർ വരച്ചിട്ട് അതിനുള്ളിൽ A റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് വൺ നോക്കിക്കേ, സർക്കിൾ എന്നത് വുമണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് പറയുകയാണ് B ഈസ് ദ സിസ്റ്റർ ഓഫ് A. B എന്ന് പറയുന്നത് എയുടെ സിസ്റ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, B എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ വുമണിനെ സർക്കിൾ എന്ന ഒരു ഫോം ഉപയോഗിച്ച് നമുക്ക് സൂചിപ്പിക്കാം. ഇനി തേർഡ് വൺ നോക്കിക്കേ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. നമ്മളോട് ഇത് വെച്ചിട്ട് തന്നെ നോക്കിക്കേ, A ഈസ് ദ ഹസ്ബൻഡ് ഓഫ് B എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. നമുക്കതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, A എന്ന് പറയുന്നത് മെന്നാണ്, സ്ക്വയറിലാക്കി. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനെ കാണിക്കാൻ വേണ്ടി പ്ലസ് സൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ആരുടെ ഹസ്ബൻഡാണ്, B എന്ന് പറയുന്ന വുമണിൻ്റെ ഹസ്ബൻഡാണ്. അപ്പം നമുക്ക് A ഈസ് ദ ഹസ്ബൻഡ് ഓഫ് B എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ, സെയിം ജനറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യുന്നത്. സെയിം ജനറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, A ഈസ് ദ സിസ്റ്റർ ഓഫ് B എന്നാണെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഈ പറയുന്ന ഈക്വൽ ടു സൈൻ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ എയും ബിയും ആണ്. അപ്പോൾ നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് C ഈസ് ദ സിസ്റ്റർ ഓഫ് D എന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ വന്നാൽ രണ്ടുപേരും സിസ്റ്റേഴ്സാണ്. സ്ക്വയറിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, C ഈസ് ദ സിസ്റ്റർ ഓഫ് D എന്ന് പറയുന്നത് സ്ക്വയറിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താ വരിക, D എന്ന് പറയുന്നത് ഒരു മെന്നാണ്. അപ്പം ബ്രദറും സിസ്റ്ററും എന്ന റിലേഷനിലേക്ക് വരും. ഇനി നെക്സ്റ്റ് വൺ നോക്കുക, ഡിഫറെൻറ്റ് ജനറേഷൻ. പല ജനറേഷൻസിനെ കാണിക്കാനാണ് നമ്മൾ താഴേക്കുള്ള ആരോ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നോക്കാം, നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ എഴുതാം. A പ്ലസ് B നമ്മൾ ഓൾറെഡി എഴുതി അല്ലേ, A ഈസ് ദ ഹസ്ബൻഡ് ഓഫ് B നമ്മൾ ഓൾറെഡി എഴുതി. ഇനി നെക്സ്റ്റ് ജനറേഷൻ ആരായിരിക്കും, ഇവരുടെ കുട്ടികൾ അല്ലേ. അപ്പം നോക്കുക, നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ C ഈക്വൽ ടു D എന്ന് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇതിനെ എന്താ നമ്മൾ സൂചിപ്പിക്കുന്നത്, എയും ബിയും ഹസ്ബൻഡും വൈഫുമാണ്, അവരുടെ മക്കളാണ് സിയും ഡിയും. ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സാണ് താനും. ഇങ്ങനെയാണ് ഈ ഒരു ഫോമിൽ നമ്മൾ എഴുതുന്നത്. ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഇനി നമ്മൾ മുമ്പോട്ടേക്കുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ശോഭ ഈസ് ദ സിസ്റ്റർ ഓഫ് സാജു ആൻഡ് സാജു ഈസ് ദ ബ്രദർ ഓഫ് ബൈജു. Baiju is the husband of Prema. If Ramu is the father of Saju, how is Prema related to Ramu? 1038/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് നമുക്ക് CSEBക്ക് പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ സിസ്റ്റർ, ഓപ്ഷൻ ഡി ഡോട്ടർ, ഓപ്ഷൻ സി നീസ്, ഓപ്ഷൻ ഡി ഡോട്ടർ ഇൻ ലോ. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ശോഭ എന്ന് പറയുന്നത് സാജുവിൻ്റെ സിസ്റ്ററാണ്. അതുപോലെ തന്നെ സാജു എന്ന് പറയുന്നത് ബൈജുവിൻ്റെ ബ്രദറാണ്. ഇനി ബൈജു എന്ന് പറയുന്നത് പ്രേമയുടെ ഹസ്ബൻഡാണ്. രാമു സാജുവിൻ്റെ അച്ഛനായാൽ എങ്ങനെയാണ് പ്രേമ എന്ന് പറയുന്ന വ്യക്തി രാമുവുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു മെത്തേഡ്സ് പഠിച്ചു, എങ്ങനെയാണ് മെന്നിനെ സൂചിപ്പിക്കുന്നത്, എങ്ങനെയാണ് വുമണിനെ സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സിമ്പിൾസ് പഠിച്ചു. ആ സിമ്പിൾസ് യൂസ് ചെയ്ത് നമുക്കിതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കുക. ശോഭ എന്ന് പറയുന്നത് സാജുവിൻ്റെ സിസ്റ്ററാണ്. ശോഭ ഈസ് ദ സിസ്റ്റർ ഓഫ് സാജു. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ശോഭ വുമൺ ആണല്ലേ. ഇനി സാജു, ഇവർ തമ്മിൽ എന്താണ്, സെയിം ജനറേഷൻ ആണ്, ബ്രദറും സിസ്റ്ററും ആണ്. സോ ഈക്വൽ ടു സൈൻ ഇട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ശോഭ ഈസ് ദ സിസ്റ്റർ ഓഫ് സാജു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സാജു ഈസ് ദ ബ്രദർ ഓഫ് ബൈജു. സാജു എന്ന് പറയുന്നത് ബൈജുവിൻ്റെ ബ്രദറാണ്. അപ്പോൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം,
സ്ക്വയറിൽ തന്നെ കൊടുക്കാം അല്ലേ. സാജുവും ബൈജുവും ബ്രദേഴ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി? ശോഭയും സാജുവും ബൈജുവും ആരാണ്? സിബ്ലിങ്സ് ആണ്. നെക്സ്റ്റ് വൺ നോക്കുക. ബൈജു ഈസ് ദ ഹസ്ബൻഡ് ഓഫ് പ്രേമ. ബൈജു എന്ന് പറയുന്നത് പ്രേമയുടെ ഹസ്ബൻഡാണ്. ബൈജു ഈസ് ദ ഹസ്ബൻഡ് ഓഫ് പ്രേമ. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ഇഫ് രാമു ഈസ് ദ ഫാദർ ഓഫ് സാജു. രാമു എന്ന് പറയുന്നത് സാജുവിൻ്റെ ഫാദർ ആയാൽ, സാജുവിൻ്റെ അച്ഛനാണ് ആര്? രാമു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയുമാണ് നമുക്ക് റിലേഷൻ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ ഈസ് പ്രേമ റിലേറ്റഡ് ടു രാമു? പ്രേമ എന്ന് പറയുന്ന വുമൺ രാമു എന്ന് പറയുന്ന വ്യക്തിയുമായി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ? രാമുവിൻ്റെ മകനായ ബൈജുവിൻ്റെ ഭാര്യയാണ് പ്രേമ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ്? ഡോട്ടർ ഇൻ ലോയാണ്. രാമുവിൻ്റെ ഡോട്ടർ ഇൻ ലോ അല്ലെങ്കിൽ മരുമകളാണ് പ്രേമ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ഡി, ഡോട്ടർ ഇൻ ലോയാണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2. എ ഈസ് ബീസ് സിസ്റ്റർ, സി ഈസ് ബീസ് മദർ, ഡി ഈസ് സീസ് ഫാദർ, ഇ ഈസ് ഡീസ് മദർ. Then how is A related to D? Option A grandfather, option B grandmother, option C daughter, option D granddaughter. 1049/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് CSEB ചോദിച്ചിട്ടുള്ള നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാമല്ലേ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സിമ്പിൾസ് എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന്. നോക്കാം. A ഈസ് ബീസ് സിസ്റ്റർ. A എന്ന് പറയുന്നത് ബിയുടെ സിസ്റ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എ എന്ന് പറയുന്നത് ഒരു വുമൺ ആണെന്ന് കിട്ടി, ബിയുടെ സിസ്റ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ബിയുടെ ജെൻഡർ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇനി ഇവർ തമ്മിൽ എന്താണ്? സിബ്ലിങ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഈക്വൽ ടു സൈൻ ആണ് സെയിം ജനറേഷനെ കാണിക്കാനെന്നും നമുക്കറിയാം. സെക്കൻഡ് വൺ നോക്കാം. സി ഈസ് ബീസ് മദർ. ബിയുടെ മദറാണ് സി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാം. സി എന്ന് പറയുന്നത് വുമൺ ആണെന്ന് കിട്ടി, ബിയുടെ മദറാണ്, 2 ജനറേഷനാണ്. ഇനി നോക്കുക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡി ഈസ് സീസ് ഫാദർ. സിയുടെ അച്ഛനാണ് ആര്? ഡി എന്ന് പറയുന്നത്. ഡി ഈസ് സീസ് ഫാദർ. സിയുടെ അച്ഛനാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഇ ഈസ് ഡീസ് മദർ. ഡിയുടെ അമ്മയാണ് ഇ എന്ന് പറയുന്നത്. ഇ ഈസ് ഡീസ് മദർ. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നോക്കാം എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇത്രയും റിലേഷൻസ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി? എ എന്ന് പറയുന്ന വുമൺ ഡിയുമായി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. അതായത് ഡിയുടെ ആരാണ്? എ. നമുക്കറിയാം ആരാണ്? ഗ്രാൻഡ് ഡോട്ടർ ആണല്ലേ, മകളുടെ മകളാണ്. ഡിയുടെ മകളുടെ മകളാണ് ഈ പറയുന്ന എ എന്ന് പറയുന്നത്. കൊച്ചുമകളാണല്ലേ. അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി, ഗ്രാൻഡ് ഡോട്ടർ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻട്രൊഡ്യൂസിങ് എ മാൻ, എ വുമൺ സെഡ് ഹിസ് വൈഫ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ. ഹൗ ഈസ് ദാറ്റ് മാൻ റിലേറ്റഡ് ടു ദ വുമൺ? 1048/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് CSEB നമുക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹസ്ബൻഡ്, ഓപ്ഷൻ ബി ബ്രദർ, ഓപ്ഷൻ സി ഫാദർ ഇൻ ലോ, ഓപ്ഷൻ ഡി മെറ്റേണൽ അങ്കിൾ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ അച്ഛൻ്റെ ഏക മകളാണ്. സ്ത്രീയുടെ അച്ഛൻ്റെ ഏക മകൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അവർ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തിയെ, ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ആ മെന്നിനെ പേരൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഒരു മെൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ എം എന്ന് എടുക്കുകയാണ്. എമ്മോ എക്സോ വൈയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഇനി നോക്കാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടി പ്ലസ് സൈൻ ആണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ, വൈഫ്, പേരൊന്നുമില്ല, വൈഫ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ അച്ഛൻ്റെ ഏക മകളാണ്. അപ്പോൾ ഇവർക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ വുമൺ തന്നെയായിരിക്കും ഈ മെന്നിൻ്റെ വൈഫായിട്ട് വരുന്നത്. അപ്പോൾ നോക്കുക, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ വ്യക്തി അല്ലെങ്കിൽ എം എന്ന് പറയുന്ന ഈ വ്യക്തി ഈ വുമണുമായി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. അവർ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ, ഹസ്ബൻഡാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4.
A is the sister of B, B is the brother of C, C is the son of D. How is D related to A? 1037/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് CACB ചോദിച്ചിട്ടുള്ളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സൺ, ഓപ്ഷൻ ബി ഡോട്ടർ, ഓപ്ഷൻ സി അങ്കിൾ, ഓപ്ഷൻ ഡി മദർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്നത് ബിയുടെ സിസ്റ്ററാണ്. സെയിം ജനറേഷൻ ആണ് രണ്ടുപേരും. എങ്ങനെ സൂചിപ്പിക്കാം? എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ബി ഈസ് ദ ബ്രദർ ഓഫ് സി. ബി എന്ന് പറയുന്നത് സിയുടെ ബ്രദർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ബി ഈസ് ദ ബ്രദർ ഓഫ് സി എന്ന് തന്നിട്ടുണ്ട്. ഇനി നോക്കാം, സി ഈസ് ദ സൺ ഓഫ് ഡി. സി എന്ന് പറയുന്ന വ്യക്തി ഡിയുടെ സൺ ആണെന്നാണ്, മകനാണെന്നാണ് തന്നിരിക്കുന്നത്. സി ഈസ് ദ സൺ ഓഫ് ഡി എന്ന് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇത്രയാണ് റിലേഷൻ തന്നിരിക്കുന്നത്. ഇതിൻ പ്രകാരം ചോദിക്കുകയാണ്, ഹൗ ഡി ഈസ് റിലേറ്റഡ് ടു എ. ഡി എന്ന് പറയുന്ന വ്യക്തി എയുമായി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എയും ബിയും സിയും സിബ്ലിങ്സ് ആണ്. എയുടെ ബ്രദറാണ് ബി, ബിയുടെ ബ്രദറാണ് സി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ജനറേഷൻ തൊട്ട് മുമ്പത്തെയാണ്, സിയുടെ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് ഡി എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ജെൻഡർ ഏതാണെന്ന് അവർ തന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഡേറ്റ ഇൻസഫിഷ്യൻ്റ് ആണ് വരേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിയും എയും തമ്മിലുള്ള റിലേഷനാണ്, അല്ലെങ്കിൽ എന്താണ് ഈദർ മദർ ഓർ ഫാദർ വരണമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ അനുസരിച്ചിട്ട് ആൻസർ വന്നിട്ടുണ്ട്. CACB ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടില്ല. നോക്കുക, ഓപ്ഷൻ അനുസരിച്ച് നോക്കിക്കേ. സൺ, ഡോട്ടർ, അങ്കിൾ, മദർ. മദർ മാത്രമേ തന്നിട്ടുള്ളൂ. ഒന്നെങ്കിൽ അമ്മയാകാം അല്ലെങ്കിൽ അച്ഛനാവാം. ഡി എന്ന് പറയുന്നത് അമ്മയാകാം അച്ഛനാകാം. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി മദർ. നമുക്ക് ഓപ്ഷൻ അനുസരിച്ചിട്ട് ഫാദർ ഓപ്ഷനിൽ ഇല്ല അല്ലേ, അതുകൊണ്ട് ഓപ്ഷൻ ഡി മദർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ബി ഈസ് ദ ബ്രദർ ഓഫ് ഡി, ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇ ഈസ് ദ ബ്രദർ ഓഫ് എഫ്. ഹൗ ഈസ് എഫ് റിലേറ്റഡ് ടു ബി? 1044/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് CACB ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സിസ്റ്റർ, ഓപ്ഷൻ ബി ബ്രദർ, ഓപ്ഷൻ സി ബ്രദർ ഓർ സിസ്റ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ റിലേഷനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക നോക്കാം. ബി ഈസ് ദ ബ്രദർ ഓഫ് ഡി. ആദ്യം പറഞ്ഞിരിക്കുന്ന ഓരോ ലൈൻ ബൈ ലൈൻ ചെയ്ത് നോക്കുക. എന്താ പറയുന്നത്? ബി എന്ന് പറയുന്നത് ഡിയുടെ ബ്രദറാണ്. ബി എന്ന് പറയുന്നത് ഡിയുടെ ബ്രദർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം ജനറേഷൻ ആണ്, ഈക്വൽ ടു സൈൻ കൊടുക്കാം. ഇനി ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇ. ഡി എന്ന് പറയുന്നത് ഇയുടെ സിസ്റ്റർ ആണ്, വുമൺ ആണല്ലേ. ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇ ഈസ് ദ ബ്രദർ ഓഫ് എഫ്. എഫിൻ്റെ ബ്രദർ, സോറി ഇ എന്ന് പറയുന്നത് എഫിൻ്റെ ബ്രദറാണ്. ഇ ഈസ് ദ ബ്രദർ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ എഫ് ഈസ് റിലേറ്റഡ് ടു ബി. എന്താണ്? ഇനി ഇത്രയും റിലേഷൻസ് തന്നിട്ട് ഇവർ ചോദിക്കുകയാണ് എഫ് എന്ന് പറയുന്ന വ്യക്തി ബിയുമായി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. എഫിൻ്റെ ജെൻഡർ തന്നിട്ടില്ല അല്ലേ. ഒന്നെങ്കിൽ എന്താണ് സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ എന്താവാം ബ്രദർ ആവാം. അതുകൊണ്ട് എന്താണ് റിലേഷൻ നമുക്കറിയാം സിബ്ലിങ്സ് ആണ്, സെയിം ജനറേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ്, ഒന്നെങ്കിൽ ബ്രദർ ആകാം അല്ലെങ്കിൽ സിസ്റ്റർ ആകാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ സി പറഞ്ഞിട്ടില്ലേ, ബ്രദർ ഓർ സിസ്റ്റർ. ഒന്നെങ്കിൽ ബ്രദർ ആവാം അല്ലെങ്കിൽ സിസ്റ്റർ ആവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് റാങ്കിങ് എന്ന് പറയുന്ന പോർഷൻ നോക്കാം. CACB റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് റാങ്കിങ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? ഇപ്പോൾ ഒരു 40 പേരുള്ള ഒരു വരിയിൽ രാമു എന്ന് പറയുന്ന വ്യക്തി ഇടതുവശത്ത് നിന്ന് 10ാമതാണ്. അങ്ങനെയാണെങ്കിൽ വലതുവശത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എത്ര? അതുപോലെ തന്നെ എന്താണ്, ഒരു വരിയിലെ ടോട്ടൽ ആളുകളുടെ എണ്ണം കാണുക. അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ എന്താണ് ലെഫ്റ്റോട്ടും റൈറ്റോട്ടും ഒക്കെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഇടതുവശത്ത് നിന്നുള്ള പൊസിഷൻ എത്ര, വലതുവശത്ത് നിന്നുള്ള പൊസിഷൻ എത്ര, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും വരാനുള്ളത്. ഇവിടെ നമുക്ക് കുറച്ച് ടൈപ്പുകൾ പഠിക്കാനുണ്ട്. ഓരോ ടൈപ്പുകളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് മോഡലാണ് ആകെ എണ്ണവും ഒരു വശത്തു നിന്നുള്ള സ്ഥാനവും തന്നിരുന്നാൽ മറുവശത്തു നിന്നുള്ള സ്ഥാനം കാണാനായി ആകെ എണ്ണത്തിൽ നിന്നും ഇപ്പോഴത്തെ സ്ഥാനം കുറച്ചിട്ട് 1 ആഡ് ചെയ്യണം. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം, അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അതായത് ടോട്ടൽ എണ്ണം എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ, 5 പേരുള്ള ഒരു വരിയാണെന്നിരിക്കട്ടെ. 5 പേരുള്ള ഒരു വരിയിൽ നിന്ന് രാമു എന്ന് പറയുന്ന വ്യക്തി ഇടതുവശത്തു നിന്നും 2ാമതാണ് നിൽക്കുന്നതെന്ന് കൺസിഡർ ചെയ്യുക. സപ്പോസ് 5 പേരുള്ള ഒരു വരിയിൽ രാമു ഇടതുവശത്തു നിന്ന് 2ാമതാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
വലതുവശത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്ര? ഇങ്ങനെയായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പം നോക്കുക, ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് നമുക്ക് നോർമലി കണ്ടുപിടിക്കുക. അതായത് 5 പേരുണ്ട്, 1 2 3 4 5 5 പേരുള്ള ഒരു റോയാണ്. അവിടെ ഇടതുവശത്ത് നിന്നും രാമു എന്ന് പറയുന്ന വ്യക്തി രണ്ടാമതാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് രണ്ടാമത്തെ പൊസിഷനിൽ ഇവിടെ ആരുണ്ട്? രാമു എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ വലതുവശത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്ര? നോക്കിക്കേ, 1 2 3 4 നാലാമത്തെ പൊസിഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ടാണ് എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ആകെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. 5 മൈനസ് ഇപ്പോഴത്തെ സ്ഥാനം എന്ന് പറയുന്നത് 2 ആണ്. ദെൻ അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 5 മൈനസ് 2 എന്ന് പറയുന്നത് 3 ആണ്. 3 പ്ലസ് 1 എന്ന് പറയുന്നത് 4 ആണ്. ഇങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത്. വളരെ ചെറിയ സംഖ്യയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്ത് പെട്ടെന്ന് ആൻസറിലെത്താം. പക്ഷേ വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ ഈ ഒരു മെത്തേഡ് പോസിബിൾ അല്ല. അപ്പോൾ എങ്ങനെ ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ ആഡ് ചെയ്യണം. കാണാതെ പഠിച്ചോളുക. ആകെ എണ്ണവും ഒരു വശത്ത് നിന്നുള്ള ഒരു വ്യക്തിയുടെ സ്ഥാനവും തന്നിരുന്നാൽ മറുവശത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം കാണാനായി ആകെ എണ്ണം മൈനസ് ഇപ്പോഴത്തെ സ്ഥാനം പ്ലസ് 1 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 6. Rani ranks 18th in a class of 49 students. What is her rank from the last? Option A 18, Option B 19, Option C 31, Option D 32. എന്താ പറഞ്ഞിരിക്കുന്നത്? 49 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് ആണ്. അതിൽ റാണി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ റാങ്ക് തന്നിട്ടുണ്ട് 18ാമതാണ്. ഫ്രണ്ടിൽ നിന്നും അല്ലെങ്കിൽ 18ാമത്തെ റാങ്കാണ്. റാങ്ക് ഫ്രണ്ടിൽ നിന്നാണ് പറയുക അല്ലേ. അപ്പോൾ നോക്കാം, ഫ്രണ്ടിൽ നിന്നുള്ള റാങ്ക് തന്നിട്ടുണ്ട്. 18ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? റാണിയുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ നിന്നും അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷനിൽ നിന്നും താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ റാണിയുടെ റാങ്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ളത് തന്നിട്ടുണ്ടല്ലേ. അപ്പം നോക്കാം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ മെത്തേഡ് അനുസരിച്ച് എന്താണ്? ആകെ എണ്ണം തന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. 49 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ ആകെ എണ്ണം തന്നിട്ടുണ്ട്. ഇനി ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു വശത്തു നിന്നുള്ള സ്ഥാനം തന്നിട്ടുണ്ടോ? റാണി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഫ്രണ്ടിൽ നിന്നും 18ാമത്തെ റാങ്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആകെ എണ്ണം മൈനസ് ഏതെങ്കിലും ഒരു വശത്ത് നിന്ന്, അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള സ്ഥാനം അങ്ങ് കുറയ്ക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 49 മൈനസ് 18 എന്ന് പറയുന്നത് 31 ആണ്. അപ്പോൾ ഓപ്ഷൻ നോക്കുന്നു, 31 ഉണ്ട്. നേരെ മാർക്ക് ചെയ്യരുത്. എന്ത് ചെയ്യണം? പ്ലസ് 1. നമ്മുടെ എന്താണ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ആകെ എണ്ണം മൈനസ് ഒരു വശത്തു നിന്നുള്ള സ്ഥാനം പ്ലസ് 1 ആണ്. അതങ്ങനെ പഠിക്കുക. ആകെ എണ്ണം മൈനസ് ഒരു വശത്തു നിന്നുള്ള സ്ഥാനം പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും ആൻസർ? 32 ആണ് ആൻസറായിട്ട് വരിക. ഏതാണ്? ഓപ്ഷൻ ഡി 32 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സ്ഥാനം തന്നാൽ ആകെ എണ്ണം കാണാനായി ഇരുവശത്തു നിന്നുള്ള സ്ഥാനങ്ങളുടെ തുക മൈനസ് 1. നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. 5 പേരുള്ള ഒരു റോയാണ്. അവിടെ നിന്ന് അപ്പോൾ നമുക്കറിയാം, കുറച്ച് മുമ്പ് കണ്ടതനുസരിച്ചിട്ട് തന്നെ എന്താണ്? ലെഫ്റ്റ് നിന്ന് രണ്ടാമതാണെങ്കിൽ റൈറ്റ് നിന്ന് എത്രാമതായിരിക്കും? 4ാമതായിരിക്കും അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര വരും? 6 പേര് വരും. 6 പേരുണ്ടോ ഇവിടെ? 5 വരണേ. 4 + 2 എന്ന് പറയുന്നത് 6 ആണ് വരുന്നത്. 6 മൈനസ് 1 ചെയ്യണം. അപ്പോൾ 5 ആയിരിക്കും ടോട്ടൽ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. അപ്പോൾ നോക്കുക, മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സ്ഥാനം തന്നാൽ ആകെ ആളുകളുടെ, ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം കാണാനായി ഇരുവശത്തു നിന്നുമുള്ള സ്ഥാനങ്ങളുടെ തുക നേരെ ആഡ് ചെയ്യുക. അതിൽ നിന്നും ഒന്നങ്ങ് കുറച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. If Rahul's rank is 15th from right and 10th from left in a row, how many children are there in that row? അതായത് ഒരു വരിയിലെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 23, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി 22. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വരിയിൽ 15ാമത്തെ സ്ഥാനത്ത്, റൈറ്റ് നിന്നും വലതുവശത്ത് നിന്ന് 15ാമത്തെ സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? രാഹുൽ നിൽക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് നിന്നുള്ള സ്ഥാനം, ഇടതുവശത്ത് നിന്നുള്ള സ്ഥാനവും തന്നിട്ടുണ്ട്. 10ാമത്തെ പൊസിഷനിലാണ് ഇടതുവശത്ത് നിന്ന് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പഠിച്ചു അല്ലേ. ഒരേ വ്യക്തിയുടെ തന്നെ ഇടതുവശത്ത് നിന്നും വലതുവശത്ത് നിന്നുമുള്ള സ്ഥാനം കണ്ടാൽ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം കാണാനായി എന്താ ചെയ്യേണ്ടത്? ഇടതുവശത്ത് നിന്നുള്ള സ്ഥാനം പ്ലസ് വലതുവശത്ത് നിന്നുള്ള സ്ഥാനം -1. എന്താ ചെയ്യേണ്ടത്?
10 പ്ലസ് 15 മൈനസ് 1 വരും അല്ലേ. 15ഉം 10ഉം 25 25 മൈനസ് 1 എന്ന് പറയുന്നത് 24. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ആ ടോട്ടൽ ആ വരിയിലെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 24 ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി പഠിച്ചോളുക. ഒരു വരിയിൽ ഒരു വ്യക്തിയുടെ ഇടതുവശത്ത് നിന്നുള്ള സ്ഥാനം, വലതുവശത്ത് നിന്നുള്ള സ്ഥാനം, അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള സ്ഥാനം, താഴെ നിന്നുള്ള സ്ഥാനം തരികയാണ്, റാങ്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ ആ വരിയിലെ ടോട്ടൽ ആളുകളുടെ എണ്ണം കാണാനായി രണ്ടും കൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ടൈപ്പ് നോക്കാം. ടൈപ്പ് 3. എയുടെ പിറകിൽ നിന്നും ബിയുടെ മുൻപിൽ നിന്നുമുള്ള സ്ഥാനവും ആകെ ആളുകളുടെ എണ്ണവും തന്നാൽ അവർക്കിടയിലുള്ള ആളുകളുടെ എണ്ണം കാണാനായി ആകെ എണ്ണത്തിൽ നിന്നും അവരുടെ സ്ഥാനങ്ങളുടെ തുക കുറച്ചാൽ മതി. അതായത് ഇത്രയും നേരം നമ്മൾ ഒരേ വ്യക്തിയുടെ മുമ്പിൽ നിന്നും പുറകിൽ നിന്നുള്ള സ്ഥാനം, അല്ലെങ്കിൽ ഒരേ ഒരു വ്യക്തിനെ ബേസ് ചെയ്ത് അയാളെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. ഇവിടെ 2 പേര് വരികയാണ്. എ എന്ന് പറഞ്ഞൊരു വ്യക്തിയും വരികയാണ്, ബി എന്ന് പറഞ്ഞൊരു വ്യക്തിയും വരികയാണ്. അപ്പോൾ ഇവർക്ക് ഇടയിലുള്ള ആളുകളെ കാണാനാണ്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടോട്ടൽ ഒരു വരിയിൽ 6 ആളുകൾ ഉണ്ടെന്നിരിക്കട്ടെ. 6 ആളുകൾ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ എ പിറകിൽ നിന്നും 2ാമത്തെ സ്ഥാനത്തും ബി മുൻപിൽ നിന്നും 3ാമത്തെ സ്ഥാനത്തുമാണെന്നിരിക്കട്ടെ. അപ്പോൾ നോക്കുക, എ എന്ന് പറയുന്ന വ്യക്തി എവിടെ വരും? 2ാമതല്ലേ, അല്ലെങ്കിൽ പുറകിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പിറകിൽ നിന്നും 2ാമത് എ ഉണ്ട്. ഇനി ബി മുൻപിൽ നിന്നും 3ാമതുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ, അതായത് ഇവർക്ക് ഇടയിലുള്ള ആളുകളുടെ എണ്ണമാണ് കാണേണ്ടത്. എത്രയാണ്? ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയാണ് ഇവർക്കിടയിൽ 1 ആണെന്ന് നമുക്കറിയാം. ഇങ്ങനെ നമുക്ക് വളരെ ചെറിയ സംഖ്യകളാണെങ്കിലാണ് ചെയ്യാൻ പറ്റുക. ഇതേ മെത്തേഡ് തന്നെ ഇക്വേഷനിലേക്ക്, അല്ലെങ്കിൽ വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആകെ എണ്ണം നമുക്കറിയാം. ഇവിടെ ആകെ എണ്ണം എത്രയാണ്? 6 പേരുള്ള ഒരു വരിയാണ് ആകെ എണ്ണം. അതിൽ നിന്നും അവരുടെ സ്ഥാനങ്ങളുടെ തുക, ഇവരുടെ സ്ഥാനങ്ങളുടെ തുക എത്ര വരും? ബി എന്ന് പറയുന്ന വ്യക്തി 3 ആണെന്ന് നമുക്കറിയാം. ഇവിടെ എത്രയാണ്? 2 ആണ്. അപ്പോൾ എത്രയാണ്? 6 മൈനസ് 2 പ്ലസ് 3 വരും അല്ലേ. 6 മൈനസ് 5 വരും. 6 മൈനസ് 5 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കിതിനെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. In a row of 30 girls, Deepa is 4th from the right and Vinita is 10th from the left end. How many girls are there between Deepa and Vinita? 1028/2023 ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് നമുക്ക് CSEB പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 30 ആളുകളുള്ള, അല്ലെങ്കിൽ 30 ഗേൾസിൻ്റെ ഒരു റോ എടുക്കുമ്പോൾ ദീപ എന്ന് പറയുന്ന ഗേൾ 4th ഫ്രം റൈറ്റ് സൈഡിൽ നിന്നും 4ാമത്തെ സ്ഥാനത്ത് ആരുണ്ട്? ദീപയുണ്ട്. റൈറ്റ് സൈഡിൽ നിന്ന് 4ാമത്തെ സ്ഥാനത്ത് ദീപയുണ്ട്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വിനീത ഈസ് 10th ഫ്രം ലെഫ്റ്റ് എൻഡ്. വിനീത എന്ന് പറയുന്ന ഗേൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും, ലെഫ്റ്റ് എൻഡിൽ നിന്നും 10ാമത്തെ പൊസിഷനിൽ വിനീതയുമുണ്ട്. അപ്പോൾ ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ, ഈ പറയുന്ന വിനീതയ്ക്കും ദീപയ്ക്കും ഇടയിൽ എത്ര പേരുണ്ട്? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ആകെ എണ്ണമുണ്ടോ, ആകെ തുക തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. എത്രയാ? 30 ഗേൾസാണ്. അപ്പോൾ ആകെ എണ്ണമുണ്ട്. ഇനി എന്താ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ്? ആകെ എണ്ണം മൈനസ് 2 പേരുടെയും സ്ഥാനങ്ങളുടെ തുക. അപ്പോൾ എത്രയാണ്? മൈനസ് 10 പ്ലസ് 4 വരും അല്ലേ. അപ്പോൾ നോക്കുക, 30 മൈനസ് 40, that is equal to 16 is the right answer. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 16 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത മോഡൽ തന്നെ ആ ഒരു ടൈപ്പിൻ്റെ ഒരു എക്സെപ്ഷണൽ കേസാണ്. നോക്കാം, എയുടെ പുറകിൽ നിന്നും ബിയുടെ മുൻപിൽ നിന്നുമുള്ള സ്ഥാനവും ആകെ ആളുകളുടെ എണ്ണവും തന്നാൽ സ്ഥാനങ്ങളുടെ തുക കാണാൻ, അല്ലെങ്കിൽ സ്ഥാനങ്ങളുടെ തുക തന്നിരിക്കുന്നത് ആകെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ ഇടയിലുള്ള ആളുകളുടെ എണ്ണം കാണാൻ സ്ഥാനങ്ങളുടെ തുകയിൽ നിന്നും ആകെ എണ്ണം കുറയ്ക്കുക, ഒരു 2 കൂടി അങ്ങ് കുറച്ചേക്കുക. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ്, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പ്രോബ്ലം തന്നെ നോക്കുക. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് നിന്ന് 2ാമതാണ്, ബി എന്ന് പറയുന്ന വ്യക്തി റൈറ്റ് നിന്ന് 3ാമതാണ്. ഇവർക്കിടയിലുള്ള എത്ര വ്യക്തികളുണ്ട്? ഒരാളുണ്ടല്ലേ. അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എത്രയാണ്? ആകെ എണ്ണം എത്രയാണ്? വരിയിൽ ആകെ 6 പേര്.
സോ 6 മൈനസ് ഇവരുടെ സ്ഥാനങ്ങളുടെ തുക 3 + 2 എത്രയാണ് 5 ആണല്ലേ, ഈസ് ഈക്വൽ ടു 1. ഈ ഒരു മെത്തേഡ് ആഡ് ചെയ്താൽ മതി എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. പക്ഷേ ഈ സ്ഥാനങ്ങളുടെ തുക, ഈ 5 എന്ന് പറയുന്ന ഫിഗറില്ലേ, ഇത് ഒരു 8ഓ 9ഓ അങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് മൈനസ് ഫിഗർ വരും. അപ്പോൾ അത് നമുക്കിവിടെ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എയുടെ പുറകിൽ നിന്നുള്ള സ്ഥാനം തരികയാണ്. എത്രാമത്? ഒരു 3ാമത്തെ പൊസിഷനിൽ എ നിൽക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്നും ഒരു 3ാമത്തെ പൊസിഷനിൽ എ ഇവിടെ നിൽപ്പുണ്ട്. ഇനി നെക്സ്റ്റ് പറയുകയാണ് ബിയുടെ മുൻപിൽ നിന്നുള്ള സ്ഥാനം. മുൻപിൽ നിന്നും ബി ഒരു 6ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നതെന്നിരിക്കട്ടെ. ബി 6ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നതെന്നിരിക്കട്ടെ, എ 3. അപ്പോൾ മുമ്പിൽ നിന്നും 6th പൊസിഷനിൽ ആരുണ്ട്? ബി ഉണ്ട്. ഇനി നോക്കുക, ടോട്ടൽ ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 6 ആണെന്നിരിക്കട്ടെ. ടോട്ടൽ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നോക്കുക, ആകെ 6 ആളുകളുണ്ട്. ടോട്ടൽ എടുക്കുക. നമ്മുടെ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ 6 മൈനസ് എന്ത് വരണം? ഇവരുടെ സ്ഥാനങ്ങളുടെ തുക എന്ന് പറയുന്നത് 6 + 3 എന്ന് പറയുന്നത് 9 ആണ്. 6 മൈനസ് 9 ഇവിടെ നെഗറ്റീവ് ഫിഗർ വരും അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോഴാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്ഥാനങ്ങളുടെ തുക ആദ്യം എടുക്കുക. സ്ഥാനങ്ങളുടെ തുക എത്രയാണ്? 6 + 3. എയും ബിയുടെയും 6 + 3 നമുക്ക് കിട്ടി. 6 + 3 എന്ന് പറയുന്നത് 9 ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്നും ആകെ എണ്ണം, ആകെ ഈ വരിയിൽ എത്ര പേരാണ്? 6 പേരുണ്ടല്ലേ. ദെൻ 9 മൈനസ് 6 വരും. അതിൽ നിന്നും ഒരു 2 അങ്ങ് കുറച്ചേക്കുക. അപ്പോൾ എത്ര കിട്ടും? 9 മൈനസ് 6 എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇവർക്കിടയിലുള്ള ആളുകളുടെ എണ്ണം 1 ആണ്. ഈ മെത്തേഡ് അപ്ലൈ ചെയ്യണം. എങ്ങനെ ഇത് ക്വസ്റ്റ്യനിലേക്ക് വരും എന്ന് നോക്കാം. ആകെ 18 ആളുകളുള്ള ഒരു ക്യൂവിൽ അരുൺ മുൻപിൽ നിന്ന് 7ാമത്തെ ആളും ഗീത പിറകിൽ നിന്ന് 14ാമത്തെ ആളുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര ആളുകളുണ്ട്? എന്താ പറഞ്ഞിരിക്കുന്നത്? ആകെ 18 ആളുകളുള്ള ഒരു ക്യൂ ആണ്. ആകെ 18 പേരുണ്ട്. ഒരു ക്യൂ നിൽക്കുകയാണ്. അതിലാകെ ടോട്ടൽ 18 പേരുണ്ട്. ആ ക്യൂവിൽ അരുൺ മുൻപിൽ നിന്ന് 7ാമത്തെ ആളാണ്. മുൻപിൽ നിന്ന് 7ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? അരുണുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഗീത 14ാമത്തെ ആൾ. എവിടെ നിന്നാ? പുറകിൽ നിന്ന് 14ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ഗീതയുണ്ട്. ഗീത 14ാമത്തെ പൊസിഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇടയിൽ എത്ര പേരുണ്ട്? ഈ പൊസിഷനിൽ ഇവിടെ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആകെ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ അറിയാം അല്ലേ. 2 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്ങനെ നോക്കണം? ആദ്യം സ്ഥാനങ്ങളുടെ തുകയൊന്ന് കൂട്ടി നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടലിനേക്കാളും കൂടുതലാണെങ്കിൽ ഒരു ഇക്വേഷൻ, കുറവാണെങ്കിൽ മറ്റൊരു ഇക്വേഷൻ, അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നത്. അപ്പോൾ നോക്കുക, 14 + 7 അതല്ലേ സ്ഥാനങ്ങളുടെ തുക എന്ന് പറയുന്നത്. അപ്പോൾ 14 + 7 എന്ന് പറയുന്നത് 21 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 18നേക്കാളും വലുതാണ് 21 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 21 മൈനസ് 18 എത്ര വരും? 3 വരും അല്ലേ. 3 മൈനസ് 2. സ്ഥാനങ്ങളുടെ തുക ഈ പറയുന്ന ടോട്ടൽ എമൗണ്ടിനേക്കാളും വലുതാണെങ്കിൽ സ്ഥാനങ്ങളുടെ തുകയിൽ നിന്നും ആകെ എണ്ണം കുറയ്ക്കുക. അതിൽ നിന്നും 2 കൂടി അങ്ങ് കുറച്ചേക്കുക. അങ്ങനെയല്ലേ പഠിച്ചേ. അപ്പോൾ 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 ആണ്. അവർക്കിടയിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പ് 4. എയുടെ മുൻപിൽ നിന്നും ബിയുടെ പുറകിൽ നിന്നുമുള്ള സ്ഥാനം തന്നിട്ട് അവർ പരസ്പരം സ്ഥാനം മാറിയതിന് ശേഷം ബിയുടെ മുൻപിൽ നിന്നുള്ള സ്ഥാനം തന്നാൽ വരിയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പരസ്പരം മാറിയ സ്ഥാനത്തോട് പിറകിൽ നിന്നുള്ള സ്ഥാനം കൂട്ടുക. അതിനുശേഷം 1 കുറയ്ക്കുക. ഇന്റർചേഞ്ചിങ് ആണല്ലേ. 2 പേര് 2 പൊസിഷനിൽ, ലെഫ്റ്റിൽ നിന്ന് ഒരു പൊസിഷനിൽ, റൈറ്റിൽ നിന്ന് ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ മറുഭാഗത്ത് നിന്നുള്ള പൊസിഷൻ കാണാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മോഡലിൽ നിന്ന് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഇത് ആപ്ലിക്കബിൾ ആകുക എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇൻ എ റോ ഓഫ് ബോയ്സ്, ഇഫ് എ who is 10th from the left and B who is 9th from the right, if they interchange their positions, A become 15th from the left. How many boys are there in the row? Option A 27, option B 23, option C 28, option D 31. 1031/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് CSEB നടത്തിയ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബോയ്സിൻ്റെ ഒരു റോ ഉണ്ട്. ആ റോയിൽ എ എന്ന് പറയുന്ന വ്യക്തി
ലെഫ്റ്റ് സൈഡിൽ നിന്നും 10ാമത്തെ പൊസിഷനിലാണ്. ലെഫ്റ്റിൽ നിന്നും 10. ആരുണ്ട്? എ എന്ന് പറയുന്നയാൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും 10ാമത്തെ പൊസിഷനിലാണെന്ന് തന്നിരിക്കുന്നു. ഇനി എന്താ തന്നിട്ടുള്ളത്? ബി ഹൂ ഈസ് 9th ഫ്രം ദ റൈറ്റ്. ബിയുടെ പൊസിഷനും തന്നിട്ടുണ്ടല്ലേ. ബി എന്ന് പറയുന്നയാൾ റൈറ്റിൽ നിന്നും എത്രാമത്തെ പൊസിഷനിലാണ്? 9th പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും ആ സ്ഥാനം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു? അവരുടെ സ്ഥാനം തമ്മിൽ അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അതായത് എ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ബിയും വന്നു, ബി ഇരിക്കുന്ന സ്ഥാനത്തേക്ക് എയും വന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവരവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി 15ാമത്തെ സ്ഥാനത്തേക്കായി. എവിടെ നിന്ന്? ലെഫ്റ്റിൽ നിന്നും 15ാമത്തെ സ്ഥാനത്തേക്കായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പം എയുടെയും ബിയുടെയും കേസ് കിട്ടി. ഇവർ ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് കണ്ടു. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എയുടെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്നും 15ാമതാണെന്ന് വരെ നമുക്ക് കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ ദ റോ? ആ റോയിൽ ടോട്ടൽ എത്ര ബോയ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇപ്പോൾ ഒരേ വ്യക്തിയുടെ തന്നെ, അതായത് ഈ വരിയിലെ ആകെ എണ്ണം എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു വ്യക്തിയുടെ തന്നെ ഇടതുവശത്ത് നിന്നും വലതുവശത്ത് നിന്നും അല്ലെങ്കിൽ മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള സ്ഥാനം തരികയാണെങ്കിൽ, ഒരേ വ്യക്തിയുടെ സ്ഥാനം തരികയാണെങ്കിൽ ടോട്ടൽ ആളുകളുടെ എണ്ണം കാണാനായിട്ട് എന്ത് ചെയ്യണം? സ്ഥാനങ്ങളുടെ തുകകൾ തമ്മിൽ അങ്ങ് കൂട്ടുക, 1 കുറയ്ക്കുക. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? അത് തന്നെ ആപ്ലിക്കബിൾ ആക്കുക. 15 + 9 24 സ്ഥാനങ്ങളുടെ എന്താണ്? സ്ഥാനങ്ങളുടെ പൊസിഷൻ തമ്മിൽ കൂട്ടുക. അതിൽ നിന്നും എന്ത് കുറയ്ക്കണം? 1 കുറയ്ക്കണം. അത് മറന്നു പോകരുത് കേട്ടോ. 24 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 23 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, 23. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. A, P, R, X, S and Z are sitting in a row. S and Z are in the center. A and P are at the ends. R is sitting to the left of A. Who is to the right of P? Option A, option B X, option C S, option D Z. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റോയിൽ എ, പി, ആർ, എക്സ്, എസ് ആൻഡ് ഇസഡ് ഇത്രയും പേര് ഒരു റോയിൽ, ഈ 6 പേര് ഒരു റോയിൽ ഇരിക്കുകയാണ്. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണല്ലേ. നമ്മുടെ CSEB ചോദിച്ച് കാണുന്ന ഒരു ഏരിയ തന്നെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ 6 പേരാണ്. ആദ്യമേ ഒരു 6 പേരുടെ റോ അങ്ങ് പ്ലേസ് ചെയ്യുക. അവർക്ക് ഇരിക്കാനൊരു സ്ഥലം വേണം അല്ലേ. അപ്പോൾ ആദ്യമേ അവർക്കൊരു റോ അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുത്തേക്കുക. 1, 2, 3, 4, 5 and 6. 6 പേർക്ക് ഇരിക്കാൻ വേണ്ടി സീറ്റുകളായി. ഇനി നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഓരോന്നായിട്ട് നോക്കാം. എസ് ആൻഡ് ഇസഡ് ആർ ഇൻ ദ സെൻറ്റർ. എസ്സും ഇസഡും സെൻറ്റർ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം എസ്സിനെയും ഇസഡിനെയും നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൂ, സെൻറ്ററിൽ എവിടെ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ ഇസഡ് എസ് എന്ന് ഇങ്ങനെയും വരാം, അങ്ങനെ ഓർക്കുക കേട്ടോ. ഇപ്പം നിലവിൽ നമുക്ക് ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് തന്നെ പോവാം. എവിടെന്നെങ്കിലും നമുക്ക് കിട്ടാതെ വരികയാണെങ്കിൽ ഒന്നുകൂടി പുറകേട്ട് തിരിച്ച് വരാം അല്ലേ. അപ്പം നോക്കാം, എ ആൻഡ് പി ആർ അറ്റ് ദ എൻഡ്സ്. എയും പിയുമാണ് ഈ വരിയിൽ എൻഡുകൾ, എക്സ്ട്രീം എൻഡുകളിലായിട്ട് ഇരിക്കുന്നത്. നമുക്ക് കൊടുക്കാം എ ഇവിടെയും പി ഇവിടെയുമാണെന്ന് അസ്യൂം ചെയ്തങ്ങ് കൊടുക്കാം. ഇന്ന സ്ഥലത്ത് റൈറ്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ എൻഡിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നോക്കാം നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ആർ ഈസ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. എയുടെ ലെഫ്റ്റിലായിട്ട് ആരിയ്ക്കുന്നുണ്ട്? ആർ ഇരിക്കുന്നുണ്ട്. ആറിനിരിക്കാൻ ഇവിടെ സ്ഥലമുണ്ടോ? ഇവിടെ സീറ്റില്ല അല്ലേ, നമ്മൾ അറേഞ്ച് ചെയ്തതനുസരിച്ച് സീറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ അറേഞ്ച്മെൻറ്റ് തെറ്റിപ്പോയി. നമ്മൾ എന്ത് ചെയ്യണം, പി ഇവിടെയും ആർ ഇവിടെ, എ ഇവിടെയുമാണ് വരേണ്ടത്. അതായത് ഇപ്പോഴും നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ശരിയല്ലേ, എയും പിയും എക്സ്ട്രീം എൻഡുകളിൽ തന്നെയാണ്. ഇനി നോക്കിക്കേ, ആർ ഈസ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. എയുടെ ലെഫ്റ്റിലായിട്ട് ആരുണ്ട്? ആർ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആറിന് സിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആറിന് ഇരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് കിട്ടി. ഇപ്പോൾ ഇനി നോക്കുക, ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് ഹൂ ഈസ് ടു ദ റൈറ്റ് ഓഫ് പി. പിയുടെ റൈറ്റിൽ ഇവിടെ ആരായിരിക്കണേന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോക്കിക്കേ, ആകെ 6 പേരുള്ള റോയാണ്. 6 പേരുടെയും പേര് തന്നിട്ടുണ്ട്. ഇതിൽ 5 പേരെയും നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി പ്ലേസ് ചെയ്യാനുള്ള ആളാരാണ്? എക്സ് ആണല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് എക്സ് ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, എക്സ് ഈസ് സിറ്റിംഗ് ടു ദ റൈറ്റ് ഓഫ് പി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എ ഈസ് ടോളർ ദാൻ എഫ്, ഹു ഈസ് ഷോർട്ടർ ദാൻ 3 persons. സി ഈസ് ഷോർട്ടർ ദാൻ ഡി, ഹു ഈസ് ദ ടോളസ്റ്റ്. ബി ഈസ് ടോളർ ദാൻ ഇ, സി ഈസ് neither shorter than F nor taller than A. Who is the second shortest person among the given? Option A C, option B A, option C E, option D B. എന്താ ചോദിച്ചിരിക്കുന്നത്,
എ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി, ഇതിൽ പറഞ്ഞിരിക്കുന്ന വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്തൊന്ന് വരച്ച് നോക്കാം. എ ഈസ് ടോളർ ദാൻ എഫ്. എഫ് എന്ന് പറയുന്ന വ്യക്തിയെക്കാളും ഹൈറ്റ് കൂടിയ ആളാണ് ആര്? എ എന്ന് പറയുന്നത്. അപ്പോൾ എ ഈസ് ടോളർ ദാൻ എഫ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കാം, ഹു ഈസ് ഷോർട്ടർ ദാൻ 3 persons. ഈ എഫ് എന്ന് പറയുന്ന വ്യക്തി 3 വ്യക്തികളെക്കാളും ഹൈറ്റ് കുറഞ്ഞ വ്യക്തിയാണ്. അതായത് അദ്ദേഹത്തിനേക്കാളും ഹൈറ്റ് കൂടിയ 3 പേര് കൂടി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കാം, സി ഈസ് ഷോർട്ടർ ദാൻ ഡി. സി എന്ന് പറയുന്ന വ്യക്തി ഡിയേക്കാളും ഷോർട്ടറാണ്, ഹൈറ്റ് കുറഞ്ഞ ആളാണ്. ഹൂ ഈസ് ദ ടോളസ്റ്റ്? ഡി ആണ് ഈ കൂട്ടത്തിൽ നിന്നും ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഡിയെ കൊടുക്കാം. ഡിയേക്കാളും ഹൈറ്റ് കുറഞ്ഞവരാണ് ബാക്കി താഴേക്ക് വരുന്ന എല്ലാവരും. ഇനി നോക്കാം, സി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ടോ? സി ഈസ് നീദർ ഷോർട്ടർ ദാൻ എഫ് നോർ ടോളർ ദാൻ എ. എന്താ പറഞ്ഞിരിക്കുന്നത്? സി എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി എഫിനേക്കാളും ഷോർട്ടല്ല, ചെറുതല്ല. അപ്പോൾ എഫിനേക്കാളും ഹൈറ്റ് ഉണ്ട് സിക്ക്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദെൻ നീദർ ഷോർട്ടർ ദാൻ എഫ് നോർ ടോളർ ദാൻ എ. എയേക്കാളും ഹൈറ്റ് കൂടുതലില്ല താനും എഫിനേക്കാളും ഹൈറ്റ് കൂടുതലുണ്ട് താനും. ഇനി നെക്സ്റ്റ് വൺ നോക്കാം, ഹു ഈസ് സെക്കൻഡ് ഷോർട്ടസ്റ്റ് പേഴ്സൺ. ഒരെണ്ണം കൂടെ നമ്മൾ എഴുതാൻ വിട്ടുപോയി അല്ലേ? സി ഈസ് ഷോർട്ടർ ദാൻ ഡി. ഹു ഈസ് ദ ടോളസ്റ്റ്? സി ഈസ് ഷോർട്ടർ ദാൻ ഡി ആണ്, അദ്ദേഹമാണ് ടോളസ്റ്റ്. ഡി ആണ് ടോളസ്റ്റ് എന്ന് കണ്ടു. ബി ഈസ് ടോളർ ദാൻ ഇ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ബി എന്ന് പറയുന്ന വ്യക്തി ഇയേക്കാളും ടോളറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഒന്നുകൂടി വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻ അനുസരിച്ച് ശരിയല്ലേ? എ ഈസ് ടോളർ ദാൻ എഫ്, ശരിയല്ലേ? എ എന്ന് പറയുന്ന വ്യക്തി എഫിനേക്കാളും ഹൈറ്റ് കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇനി നോക്കുക, ഹു ഈസ് ഷോർട്ടർ ദാൻ 3 persons. എഫ് എന്ന് പറയുന്നയാൾ 3 പേരെക്കാളും ഹൈറ്റ് കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ഇനി നോക്കുക, സി ഈസ് ഷോർട്ടർ ദാൻ ഡി. സി എന്ന് പറയുന്ന വ്യക്തി ഡിയേക്കാളും ചെറുതാണ്. ഇനി നോക്കുക, ഹു ഈസ് ദ ടോളസ്റ്റ്? ഡി അല്ലേ ഈ കൂട്ടത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. ഇനി ബി ഈസ് ടോളർ ദാൻ ഇ. ബി ഇയേക്കാളും ഹൈറ്റ് കൂടിയ വ്യക്തിയാണ്. സി ഈസ് നീദർ ഷോർട്ടർ ദാൻ എഫ് നോർ ടോളർ ദാൻ എ. സി ഈസ് നീദർ ഷോർട്ടർ ദാൻ എഫ് നോർ ടോളർ ദാൻ എ. എക്കാളും ഹൈറ്റ് കൂടുതലുമില്ല, ബി എഫിനേക്കാൾ ഹൈറ്റ് കുറവുമില്ല. അവർക്ക് ഇടയിലാണ് സി എന്ന് പറയുന്ന വ്യക്തിയുടെ പൊസിഷൻ വരിക. ഇനി എന്താണ്? ഹൂ ഈസ് ദ സെക്കൻഡ് ഷോർട്ടസ്റ്റ് പേഴ്സൺ എമംഗ് ദ ഗിവൺ. അപ്പോൾ ഇത് നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ശരിയായി. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നതനുസരിച്ചിട്ട് ഏറ്റവും സെക്കൻഡ് ഷോർട്ടസ്റ്റ് പേഴ്സൺ തന്നിരിക്കുന്നതിൽ സെക്കൻഡ് ഷോർട്ടസ്റ്റ്, ഏറ്റവും ഷോർട്ടർ ഇ ആണ്, സെക്കൻഡ് ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി, ബി ഈസ് ദ റൈറ്റ് ആൻസർ. താങ്ക് യു.